ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ സഹകരണ ബാങ്ക് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിന് രണ്ട് ഘടകങ്ങളുണ്ട്: ഇന്ത്യൻ മണി മാർക്കറ്റും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റും. അതിൽ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റും ഇന്ത്യൻ മണി മാർക്കറ്റും. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു: പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഇതില് ഇക്വിറ്റി മാർക്കറ്റും ഡെപ്റ്റ് മാർക്കറ്റും ഉൾപ്പെടുന്നുണ്ട്. ഇക്വിറ്റി മാർക്കറ്റ് എന്നാൽ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഇക്വിറ്റി മാർക്കറ്റ്. അതേസമയം ഡെപ്റ്റ് മാർക്കറ്റ് എന്നാൽ ബോൺസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മുതലായവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഡെപ്റ്റ് മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നത് സാധാരണയായി മീഡിയം ടേം ഫണ്ടുകളും ലോങ് ടേം ഫണ്ടുകളുമാണ് ഡീൽ ചെയ്യുന്നത്. ഇതില് ബോറോയിങ് ഫ്രം ബാങ്ക്സ്, ബോറോയിങ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോറോയിങ് ഫ്രം ഓവർസീസ് മാർക്കറ്റ്, റേസിംഗ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് വേരിയസ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ബോൺസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. Capital market can be defined as a financial market for the creation and exchange of financial asset. ഫിനാൻഷ്യൽ അസറ്റുകളെ ക്രിയേറ്റ് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനുമുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാകുന്നത്. ഒരു ഫിനാൻഷ്യൽ അസറ്റുകളെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്: ഒന്നുകിൽ ഇനീഷ്യൽ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ അസറ്റുകൾ ലൈക്ക് ബോൺസ്, ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർസ്. ഒന്നുകിൽ ഷെയറുകളുടെയും ഡിബഞ്ചറുകളുടെയും ഇനീഷ്യൽ ഇഷ്യൂ നടത്തുന്നതിലൂടെ അവിടെ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റുകളായ ബോണ്ട്, ഡിബഞ്ചർ, ഇക്വിറ്റി ഷെയർ ഇവയുടെ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്നതിലൂടെയും അവിടെ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റുകളുടെ ക്രിയേഷനും എക്സ്ചേഞ്ചും നടക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാൽ ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികൾ, അതായത് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഉള്ള വ്യക്തികൾ അവരുടെ ക്യാപിറ്റൽ, ആർക്കാണോ ക്യാപിറ്റൽ ആവശ്യമുള്ളത് അവരുമായി എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ഒരു ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികൾ ഒന്നുകിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആകാം. അവരുടെ അധികമുള്ള ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികൾക്ക്, അതായത് ഒന്നുകിൽ ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ ബിസിനസ് ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആകാം, അവരുമായി എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ട്രാൻസാക്ഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായി സഹായിക്കുന്നു. അതായത് ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികളും ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു പ്രോപ്പർ പ്ലേസിനെയാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉൾപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, കറൻസി ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇവയൊക്കെയാണ്. ഇന്ത്യയിലെ റെഗുലേറ്റേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായും സെബിയും RBIയും ചേർന്നാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് മുഖേനയാണ്. അതിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവിഷനിലൂടെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവിഷൻ താഴെ പറയുന്ന കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആണ്: ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ബിൽഡിംഗ് റെഗുലേറ്ററി ആൻഡ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ട്രെങ്തനിങ് ദ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെക്കാനിസം,
പ്രൊവൈഡിങ് ആൻ എഫിഷ്യന്റ് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ഫോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇതൊക്കെ ഈ ഒരു ഡിവിഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രൈമറി മാർക്കറ്റ്, രണ്ട് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്നാൽ ന്യൂ ഓർ ഫ്രഷ് ഇഷ്യൂ സെക്യൂരിറ്റീസ്. ഇത്തരത്തിലുള്ള ഇഷ്യൂ നടത്തുന്ന ഫ്രഷ് ഇഷ്യൂ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ നടത്തുന്ന മാർക്കറ്റ് ആണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. അതേസമയം എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റികളുടെ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രധാനമായി രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട് നമ്മൾ കണ്ടു. അതായത് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളും ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളും. ഈ ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളും ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. സർപ്ലസ് ക്യാപിറ്റൽ ഉള്ള വ്യക്തികൾ, അതായത് ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികൾ എന്ന് പറയുന്നതെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആകാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആകാം. ക്യാപിറ്റൽ തേടുന്ന വ്യക്തികൾ, ആവശ്യമുള്ള വ്യക്തികൾ എന്നെങ്കിൽ ഇൻഡിവിജ്വൽസ് ആകാം, ഗവൺമെന്റ് ആകാം, ബിസിനസ് ആകാം. ക്യാപിറ്റൽ സപ്ലയേഴ്സിന്, ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികൾക്ക് എക്സാമ്പിൾ ആണ് പെൻഷൻ ഫണ്ട്. അതായത് എംപ്ലോയീസിൽ നിന്ന് ഒരു നിശ്ചിത തുക വീതം കളക്ട് ചെയ്ത് ഏതെങ്കിലും സെക്യൂരിറ്റികളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നു. അപ്പൊ അവിടെ ഒരു ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികൾക്ക് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ ഈ ഒരു പെൻഷൻ ഫണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പൊ അത്രയും ദീർഘകാലാടിസ്ഥാനത്തിൽ ആ ഒരു ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളുടെ കയ്യിലെത്തുന്നു. അതുപോലെ തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ലോങ് ടേമിലേക്ക് ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികൾക്ക് ക്യാപിറ്റൽ നൽകാനായി ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്ക് സാധിക്കുന്നു. നോൺ ഫിനാൻഷ്യൽ കമ്പനീസ്, ചാരിറ്റബിൾ ഫണ്ട്സ്, ഇവയൊക്കെ എക്സസ് ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികളാണ്. ഇവർ ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികൾക്ക് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നു. അതേസമയം ക്യാപിറ്റൽ സീക്കേഴ്സ്, ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻഡിവിജ്വൽസ് ആകാം, ഹോംസ്, വെഹിക്കിൾസ് ഇവയൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളാണ്. ഗവൺമെന്റ്, നോൺ ഫിനാൻഷ്യൽ കമ്പനീസ്, ഇതൊക്കെ ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളാണ്. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്നത് മോഡേൺ എക്കണോമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് എക്സസ് ഫണ്ടുള്ള വ്യക്തികൾ, ഫണ്ട് ആവശ്യമുള്ള വ്യക്തികളും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ്. The movement of money from the entities that have the money to the entities that require money for productive use. അപ്പോൾ പണം അധികമുള്ള വ്യക്തികളിൽ നിന്നും പണം ആവശ്യമുള്ള വ്യക്തികളിലേക്ക് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഒരു ഫണ്ട് ഫ്ലോ നടത്താൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നിവ താഴെ പറയുന്നവയാണ്. അതായത് ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികളും ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികളും തമ്മിലുള്ള ഒരു മീറ്റിംഗ് പ്ലേസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത് ട്രാൻസാക്ഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു, എക്കണോമിക് ഗ്രോത്ത് നടത്താനായി സഹായിക്കുന്നു, കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് എൻഷുർ ചെയ്യുന്നു, മൂവ്മെന്റ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ റിസൾട്ടിംഗ് ഇൻ ഇൻക്രീസ്ഡ് നാഷണൽ ഇൻകം. ക്യാപിറ്റലിന്റെ എഫിഷ്യന്റ് യൂസ് നടത്തുന്നതിലൂടെ നാഷണൽ ഇൻകം വർദ്ധിക്കാൻ സഹായിക്കുന്നു. മിനിമൈസ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻഫോർമേഷൻ കോസ്റ്റ്, ഓഫേഴ്സ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് മാർക്കറ്റ് റിസ്ക്. Advantages of capital market. Capital market provides the following advantages for both capital suppliers and capital seekers. Capital ആവശ്യമുള്ള വ്യക്തികളും ക്യാപിറ്റൽ കൈവശമുള്ള വ്യക്തികളും തമ്മിലുള്ള ഒരു മണി മൂവ്മെന്റ് നടക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ്. ട്രാൻസാക്ഷണൽ എഫിഷ്യൻസി വർദ്ധിക്കുന്നു. ഈ ഒരു ക്യാപിറ്റൽ അധികമുള്ള വ്യക്തികൾക്ക് ഡിവിഡൻഡ് ഇൻകം ഏൺ ചെയ്യാനായി സഹായിക്കുന്നു. ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്തിന് ക്യാപിറ്റൽ കൈവശമുള്ള വ്യക്തികൾക്ക് ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് നടക്കുന്നു. ഈ ഒരു സെക്യൂരിറ്റികളിൽ അല്ലെങ്കിൽ ബോണ്ടുകളുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സാധാരണ ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ ഹൈ ആണ്. അതോടൊപ്പം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നു.
ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിക്ഷേപിക്കുന്ന ആ സെക്യൂരിറ്റികളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബാങ്കുകളിൽ നിന്നും കൊലാട്രൽ സെക്യൂരിറ്റിയായി ഈടായി നൽകി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കുന്നു. അടുത്തത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായി ഒരു കമ്പനിക്ക് പബ്ലിക്കിലേക്ക് അതിന്റെ ഷെയറുകൾ ഓഫർ ചെയ്യാൻ സാധിക്കുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെയാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഈസ് എ പ്രോസസ് where a previously unlisted company sells new or existing securities and offers it to the public for the first time. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങാനായി സാധിക്കുന്നത് ഈ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെയാണ്. അതിന്റെ സ്റ്റോക്കുകൾ പബ്ലിക്കിലേക്ക് സെയിൽസ് നടത്താനായിട്ട് ഈ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ സഹായിക്കുന്നു. ഒരു കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നത്, ഇതൊക്കെ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെയാണ്. ഈ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ കമ്പനിക്ക് അതിന്റെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഒരു കമ്പനി പബ്ലിക്കിലേക്ക് അതിന്റെ ഷെയറുകൾ ആദ്യമായി ഇഷ്യൂ ചെയ്യുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇതിലൂടെ കമ്പനിക്ക് അതിന്റെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സാധിക്കുന്നു. പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്ത് ക്യാപിറ്റൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനി വേറെ ക്യാപിറ്റൽ റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാണ് കമ്പനി ക്യാപിറ്റൽ റൈസ് നടത്തപ്പെടുന്നത്. ഇങ്ങനെ കമ്പനി ഓഫർ ചെയ്യുന്ന ഷെയറുകൾ പിന്നെ റീഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് അവ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വീണ്ടും പർച്ചേസ് സെയിൽസ് നടത്തപ്പെടുന്നു. ഇത്തരത്തിലെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത് കമ്പനിക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സാധിക്കുന്നു. പബ്ലിക് വന്ന് വാങ്ങുന്ന ഷെയറുകൾ പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിൽ പർച്ചേസ് ആൻഡ് സെയിൽസ് നടത്തപ്പെടുന്നു. കമ്പനിക്ക് അത് റീപേയ്മെന്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഇത്തരത്തില് ഷെയറുകൾ ഓഫർ ചെയ്യുന്ന കമ്പനിയെ ഇഷ്യൂർ എന്നാണ് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ നടത്തുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സഹായത്തോടെയാണ്. ഇങ്ങനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ കമ്പനിയുടെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് ഈ ഷെയറുകൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെ ആദ്യമായി പബ്ലിക്കിലേക്ക് ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകൾ പിന്നീട് സെക്കൻഡറി മാർക്കറ്റിലൂടെ വീണ്ടും ട്രേഡിംഗ് നടത്തപ്പെടുന്നു. നിലവിലുള്ള സെക്യൂരിറ്റികളുടെ പർച്ചേസും സെയിൽസും നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെയറുകളും ഡിബഞ്ചറുകളും അടങ്ങുന്ന സെക്യൂരിറ്റികളുടെ എക്സ്ചേഞ്ച് നടക്കുന്ന മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Per the Securities Contract Regulation Act 1956, the stock exchange means any body of individuals, whether incorporated or not, constituted for the purpose of assisting, regulating or controlling the business of buying and selling or dealing in securities. National Stock Exchange. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ടെക്നോളജി ഡ്രിവൺ എക്സ്ചേഞ്ച് ആണ്. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത് 1992 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത് 1993 ഏപ്രിലിലുമാണ്. അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1994 ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ആണ്. According to the World Federation of Exchange, the NSE is the leading stock exchange in India and the second largest in the world by number of trades in equity shares from January to June 2018. Mr. Vikram Limaye is the managing director and the CEO of NSE. ഈ NSEയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സെറ്റപ്പ് ചെയ്തത്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Under the Securities Contract Regulation Act 1956, the BSE was granted permanent recognition. ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ് സെക്ടറിനേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയത് ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് നേറ്റീവ് ഷെയർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ്. 1875 ഇന്ത്യയിലെ ആദ്യത്തെ ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 2017 The BSE launched India INX, the first international exchange of India located at GIFT City,
IFSC അഹമ്മദാബാദ്. ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 5000 കമ്പനികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്ലാറ്റ്ഫോം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. മിസ്റ്റർ ആശിഷ് കുമാർ ചൗഹാൻ ആണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയും. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875-ലാണ്. ഇത് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നെറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നാണ്. ഇന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൂടാതെ അഹമ്മദാബാദ്, കൽക്കട്ട, മദ്രാസ് ഇവിടങ്ങളിലൊക്കെ എക്സ്ചേഞ്ചുകളുണ്ട്. Under the early 1990s, the Indian secondary market comprised regional stock exchanges with BSE heading the list. ഇന്ത്യയിലെ സെക്കൻഡറി മാർക്കറ്റ് 3 ടയർ ഫോം ആണ് 1991 ശേഷം ഫോളോ ചെയ്യുന്നത്. ഇതിലെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഇങ്ങനെ 3 ടയർ ഫോമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ്: ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട്. സാധാരണ നമ്മൾ പണം ഇടുകയും എടുക്കുകയും ചെയ്യുന്നത് സേവിങ്സ് അക്കൗണ്ടിലൂടെയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പണം എടുക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ഒരു സേവിങ്സ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നു. ഇതേ രീതിയിൽ സെക്യൂരിറ്റികളെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ്. ഇത് ഡിമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട് ടു ഹോൾഡ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇലക്ട്രോണിക് ഫോർമാറ്റിലെ ഷെയറുകളും സെക്യൂരിറ്റികളും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ്. ഷെയറുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ ഇവയൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ്. NSDL, CDSL ഇവയൊക്കെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ASBA account, it means the application supported by blocked account. It is an application containing an authorization to block the application money in the bank account for subscribing to an issue. Mutual fund. ഇപ്പോൾ ഒരു വ്യക്തി ഒരു സെക്യൂരിറ്റിയിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ നല്ല ലാഭം ലഭിക്കും, അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം സംഭവിക്കാം. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ റിസ്ക്, അതായത് വലിയൊരു നഷ്ടം സംഭവിക്കുക എന്നുള്ള ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. അതായത് പല സെക്യൂരിറ്റികളിൽ പണം നിക്ഷേപിക്കാം. അപ്പോൾ അതായത് ഒരു സെക്യൂരിറ്റിയിൽ മാത്രം നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ നഷ്ടം ഒഴിവാക്കാനായി പല സെക്യൂരിറ്റികളിലായിട്ട് മ്യൂച്വൽ ഫണ്ട് രൂപത്തിലാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തപ്പെടുന്നത്. It is a corporate body registered with the SEBI that pools money from individuals or corporate investors and invest the same in a variety of different financial instruments or securities. നിരവധി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളിലും സെക്യൂരിറ്റികളിലുമാണ് പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ്. അതായത് പബ്ലിക്കിൽ നിന്നും ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി പബ്ലിക്കിൽ നിന്നും ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിയാണ് മ്യൂച്വൽ ഫണ്ട്. അത് റിസ്ക് മറികടക്കാൻ വേണ്ടിയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്. അടുത്ത ബോണ്ട്സ്. ഇറ്റ് ഈസ് എ നോർമലി അൺസെക്യൂർഡ് നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റ് എവിഡൻസിങ് ഇൻഡെപ്റ്റഡ്നെസ്. അതായത് ഈ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ അതൊരു കടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ആവശ്യമുള്ള വ്യക്തികൾ 2 തരത്തിൽ പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുക. ഒന്നുകിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ക്യാപിറ്റൽ റൈസ് ചെയ്യാം. രണ്ടാമതൊരു വഴി എന്ന് പറയുന്നത് പബ്ലിക്കിൽ നിന്നും കടം വാങ്ങാം. ഇത്തരത്തില് പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന കടമാണ് ബോണ്ടുകൾ. അപ്പൊ ഇവിടെ ഒരു കടത്തിനെയാണ് ബോണ്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒന്നുകിൽ കമ്പനികളാകാം, മുനിസിപ്പാലിറ്റി ആകാം, ഗവൺമെന്റ് ഏജൻസികളാകാം. ഈ ബോണ്ട് ഇൻവെസ്റ്റർ ലെൻസ് മണി ടു ദ ഇഷ്യൂർ. അപ്പൊ ബോണ്ട് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ആരാണോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അയാൾക്ക് പണം കടം നൽകുകയാണ്. ആൻഡ് ഇഷ്യൂർ പ്രോമിസ് ടു റീപേ ദ ലോൺ എമൗണ്ട് ഓൺ എ സ്പെസിഫൈഡ് മെച്യൂരിറ്റി ഡേറ്റ്. ഒരു മെച്യൂരിറ്റി ഡേറ്റിൽ അത് തിരികെ കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ഈ ബോണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ് സീറോ കൂപ്പൺ ബോണ്ട്, കൺവെർട്ടബിൾ ബോണ്ട്സ്, ട്രഷറി ബിൽസ് മുതലായവ. ഡിബഞ്ചറുകൾ. ഡിബഞ്ചറുകൾ എന്നത് റിട്ടേൺ ഇൻസ്ട്രുമെന്റ് അക്നോളജിങ് എ ഡെറ്റ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് എ കമ്പനി. ഈ ഒരു കമ്പനി ഇപ്പൊ ഞാൻ പറഞ്ഞു 2 തരത്തില് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാം. ഒന്നുകിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് ഷെയറുകളുടെ രൂപത്തിൽ ഫണ്ട് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ, അതായത് പബ്ലിക്കിൽ നിന്നും കടം വാങ്ങാം. അപ്പൊ ഈ ഒരു കടമാണ്, പബ്ലിക്കിൽ നിന്ന് വാങ്ങുന്ന കടമാണ് ഡിബഞ്ചറുകൾ, റിട്ടേൺ
ഇൻസ്ട്രുമെന്റ് അക്നോളജിങ് എ ഡെപ്റ്റ്. കടത്തിനെയാണ് ഡിബഞ്ചറുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ് ഫോർ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. നിശ്ചിത തീയതിക്ക് ശേഷം തിരിച്ചു നൽകിക്കൊള്ളാമെന്നുള്ള ഒരു കോൺട്രാക്ട് ആണ് ഡിബഞ്ചർ. ഇതിനൊരു ഫിക്സഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് ആണ് നൽകുന്നത്. ഒന്നുകിൽ ഹാഫ് ഇയർലി ആകാം അല്ലെങ്കിൽ ആനുവലി ആകാം. അത് ഫിക്സഡ് റേറ്റിലായിരിക്കും ഡിബഞ്ചറുകൾക്ക് ഇൻട്രസ്റ്റ് നൽകുന്നത്. ഇപ്പൊ ഡിബഞ്ചറുകൾ എന്ന് പറയുന്നത് നഷ്ടസാധ്യത കുറവാണ്. അതേസമയം ഷെയറുകൾ എന്നത് ഷെയറിന്റെ മൂല്യം ഇടിയുമ്പോൾ അവിടെ ഒരു നഷ്ടസാധ്യതയുണ്ട്. കൂടാതെ ഇതിനൊരു ഫിക്സഡ് റേറ്റിലുള്ള ഒരു ഡിവിഡൻഡ് അല്ല കിട്ടുന്നത്. വിപണി മൂല്യം അനുസരിച്ചാണ് ഷെയറുകളുടെ റിട്ടേൺ കിട്ടുന്നത്. അതേസമയം ഡിബഞ്ചറുകൾ എന്നത് ഒരു ഫിക്സഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്. അതായത് പബ്ലിക്കിൽ നിന്നും ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ വാങ്ങുന്ന കടമാണ്. അതിന് ഒരു നിശ്ചിത തീയതിക്ക് ശേഷം മടക്കി നൽകുന്നു. അപ്പൊ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നൽകുന്നു. അടുത്തത് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്നത് ഒരു അണ്ടർലൈങ് അസറ്റിനെ ആസ്പദമാക്കി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന ഒരു കോൺട്രാക്ട് ആണ് ഡെറിവേറ്റീവ്സ്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് whose values derive from the value of one or more basic variables called underlying. അണ്ടർലൈങ് അസറ്റ് ക്യാൻ ബി ഒന്നുകിൽ ഇക്വിറ്റി ആകാം, ഇൻഡെക്സ് ആകാം, ഫോറിൻ എക്സ്ചേഞ്ച് ആകാം, കൊമോഡിറ്റി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റുകളാകാം. ഡെറിവേറ്റീവ്സുകളെ ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അടുത്ത സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഒരു നിശ്ചിത ഫേസ് വാല്യൂയിലുള്ള ഷെയറിനെ സ്മോളർ ഡിനോമിനേഷനുകളായി സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓർ ദ വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ് പോസ്റ്റ് സ്പ്ലിറ്റ് റിമെയിൻസ് ദ സെയിം ആസ് ദാറ്റ് ബിഫോർ ദ സ്പ്ലിറ്റ്.